ഹരിയേഴ്സ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമ്മൾ ഇതാക്കണ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ? ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു, എല്ലാവർക്കും തിരക്കായിരുന്നു, ഞാനൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. അതേന്ന് വീഡിയോ ഇടാത്ത ഇന്നത്തെ വീഡിയോ പറയുന്നത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. സംക്രാന്തി ദിവസത്തെ വീഡിയോ ആണുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലൊക്കെ തുടങ്ങാം അല്ലേ? അങ്ങനെ ഇതാക്കണം രാത്രി മുതലാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട്. അപ്പോഴാണല്ലേ നമുക്ക് അതിൻ്റെ വിഷുവിൻ്റെ ഒരു പുറപ്പാട് ഇതാകണ ഈ രാത്രി മുതലാണല്ലോ അല്ലേ? പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ പടക്കം പൊട്ടിക്കലും പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ രാത്രി ഇതാക്കണ വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ തറവാട്ട് പോയതാണ്. അപ്പോൾ അവിടെയാണ് നാളെ വിഷു കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഓല് ഇതാക്കണം ഇന്ന് തന്നെ പോയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഒത്തുകൂടി ആയിരുന്നപ്പോൾ അതാ മക്കളും മരക്കളും എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ഉണ്ട് ആയിരുന്നപ്പം ഓല് പോയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല. നമുക്ക് ഇതാ കുറച്ച് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇനി നാളെ രാവിലെ പോകും കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഇതാക്കണ മൂപ്പര് ഓലെ കൊണ്ടാക്കി വരുന്ന വഴിയാട്ടോ. അപ്പോൾ കണ്ണനും തന്നെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ ഞാനിതാക്കണ ചോറ് ഇത്തിരി തന്നെ ഉച്ചക്കത്തെ ഉണ്ട്. ഇനിയിപ്പോൾ അത് മതി. പിന്നെ ഒരു ഇത്തിരി ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് സംക്രാന്തിയും കാര്യങ്ങളല്ലേ, അപ്പം നമുക്ക് കാരണന്മാർക്ക് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിൽ കൂടി ഇതൊക്കെ ഉണ്ടാ അറിയില്ല. ഞങ്ങളവിടെ ഓണത്തിൻ്റെ തലേന്ന് വിഷുവിൻ്റെ തലേന്ന് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതാക്കണ ഞാൻ നെയ്യപ്പം അപ്പങ്ങളും ഉണ്ടാക്കണം കേട്ടോ. അപ്പം നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തെ എന്തെങ്കിലും അപ്പങ്ങളും ഉണ്ടാക്കണം. പിന്നെ കോഴിയും കറി വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഒരു പതിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടാവില്ല കുറേയൊക്കെ. ഏതായാലും അങ്ങനെയാണ് നമ്മൾ ആചാരങ്ങൾക്ക് നമ്മൾ ഇതാക്കണ തലമുറയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഓരോരോ വിശ്വാസങ്ങളും കാര്യങ്ങളാണല്ലോ. നമുക്ക് വല്ലാതെ അങ്ങോട്ട് പോകണ്ട. നമ്മൾ ഇതാക്കണ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പണ്ട് മുതലേ കാണുന്നുള്ളതാണ്. അപ്പം ഇറച്ചിയൊക്കെ വെച്ച് പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അന്ന് മരിച്ചു പോയവരൊക്കെ അങ്ങനെ വരുന്ന ഒക്കെയാണ് വിശ്വാസം. അപ്പോൾ അതാക്കണം ആ ഒരു വിശ്വാസത്തിൽ കൂടെ നമ്മളിങ്ങനെ പോകണം. എല്ലാം ഒരു വിശ്വാസമാണല്ലോ അല്ലേ? അങ്ങനെ ഇതാക്കണ ഞാൻ അപ്പം ചൂടാനുള്ളൊരു പരിപാടി കേട്ടോ. ഉണ്ണിയപ്പമാണ് ചൂടുന്നത്. പൊതുവേ എല്ലാവരും നെയ്യപ്പം കാര്യങ്ങളാണ് ചൂടൽ. അപ്പോൾ എനിക്ക് അങ്ങനെ നെയ്യപ്പത്തിനോട് ഇഷ്ടമില്ലായ്മയല്ല, പക്ഷെ എനിക്ക് കഴിയൂല കേട്ടോ. കഴിയാത്ത പരിപാടി എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ഏതെങ്കിലും ഒരു അപ്പം ആയാൽ പോരെ. അങ്ങനെ ഞാനത് ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കാം കേട്ടോ. വേഗം ഒന്ന് ഉണ്ണിയപ്പം ചൂട്ടെ. ഞാൻ രാവിലെ ഉച്ച കഴിഞ്ഞേരം ഞാനിതൊന്ന് മാവൊക്കെ കൂട്ടി വെച്ചത് കേട്ടോ. പച്ചരി കൊണ്ടല്ലേന്ന് ഞാൻ പത്തിരിപ്പൊടി വാങ്ങി കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ണിയപ്പത്തിന് ഏറെക്കുറെ ഉണ്ടാക്കൽ കേട്ടോ. പച്ചരി കൊണ്ട് ഞാൻ അങ്ങനെ ചൂടലിലേക്ക് റെഡി ആയി കിട്ടൂല കേട്ടോ എങ്ങനെ ചുട്ടാലും. അപ്പോൾ പച്ചരി കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒന്നും അങ്ങനെ ചുടലില്ല കേട്ടോ. വല്ലാതെ ഒരു താല്പര്യമില്ലായിട്ടല്ല, ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ പിന്നെ നമ്മൾ ആ ഒരു ബൈക്ക് പോകൂലല്ലോ അല്ലേ? അപ്പം എന്താ വെച്ചാൽ ആദ്യം കേട്ടോ, ഇപ്പോഴൊന്നല്ല 3-4 കൊല്ലം നല്ല കാര്യം 5-6 കൊല്ലം മുന്നേതാക്കണേ നമ്മൾ ഒരു കൊല്ലറ്റ് ഇവിടെ കഴിച്ചിരുന്നു കേട്ടോ വിഷു. അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ചൂടാൻ നിൽക്കുക പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് ഉഷാറായിട്ട് ഒരു ഉച്ചയായപ്പോഴത്തിന് നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തിന് ഞാൻ അടിച്ചെടുക്കണമല്ലോ, അത് അപ്പം ചൂടാണല്ലോ. അങ്ങനെ ഇതാക്കണം ഞാൻ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി നല്ല ഉഷാറായി നല്ല ചൂടോട് കൂടി മിക്സീൻ്റെ ജാറിലിട്ട് പച്ചരി ഇട്ട് അതേമാതിരി നല്ല ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചാണ്ട് നല്ല ഉഷാറായിട്ടാണ് അടിച്ചാണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാക്കണം അടിച്ചിങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെപ്പാടൊരു ചിന്തലും മറയലും ഉണ്ടായി കേട്ടോ. പച്ചരിയും അതേമാതിരി ശർക്കര പാനി ചൂടുള്ളതാണ് ഒഴിച്ചു കൊടുത്തത്. എനിക്കറിയില്ലേന്ന് ഈ തണുത്തതാണ് ഒഴിച്ചു കൊടുക്കാമെന്ന് അറിയില്ലേന്ന്, തണുപ്പിക്കാനുള്ള നേരമില്ലേന്ന്. അപ്പോൾ ഒരു അന്തപ്പെട്ട പരിപാടിയായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഇതാക്കണം മിക്സിയും കത്തി അടുക്കള ആകപ്പാടെ ചീഞ്ഞ് അളിഞ്ഞും ചെയ്ത് ആകപ്പാടെ എന്തൊക്കെയോ ആയിപ്പോയി. ആകപ്പാടെ മിക്സി കത്തിയിട്ടൊന്നും പുകഞ്ഞു പോയി. പിന്നെ മിക്സിയൊക്കെ എല്ലാവരും കൊണ്ടുപോയി പുറത്തിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് തീ കൊടുത്തി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു വിഷു കേട്ടോ. അന്നു മുതലാണ് ഞാൻ പിന്നെ പച്ചരി കൊണ്ട് ഈ ഒരു സാധനങ്ങളൊന്നും ഉണ്ടാക്കലില്ല. അതൊക്കെ ഒരു ഓർമ്മയാണ്, പേടിയാണ് എനിക്ക് കേട്ടോ. ഇപ്പം ഏതായാലും ഞാൻ ശർക്കര പാനിയൊക്കെ മുന്നേ രാവിലെ തന്നെ റെഡി ആക്കിയേണ്ട വെക്കലാണ്, തണുത്താറിക്കോട്ടേ വെച്ചാണ്ട്. അങ്ങനെ ഇതാക്കണം നമ്മളെ ഉണ്ണിയപ്പ പരിപാടിയിലാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഉണ്ണിയപ്പം ഇതാക്കണം ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സാറും ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ ഉണ്ണിയപ്പം ചൂടാത്തവരൊന്നും അതിലുണ്ടാവില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും വിശദമായിട്ടാണ് ഇടുന്നില്ല. ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കൊണ്ട് എടുത്തിട്ടില്ല, നേരമില്ലായിരുന്നു കേട്ടോ. പിന്നെ മക്കളും ഇല്ലല്ലോ, മക്കളും ഇല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതാക്കണം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരെയാണ് പിന്നെ ഇത് ചുടാൻ വേണ്ടി നിന്നത്. വേഗം ചുട്ടെടുക്കട്ടെ. കുറച്ച് തന്നെ ഉണ്ടാക്കണം. 500 പൊടിയിൽ ഇതാക്കണം ഒരു 300 പൊടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മക്കളൊക്കെ പോയതല്ലേ തോനെയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതാ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കട്ടെ വേഗം. പിന്നെ വന്നിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട്. ചിക്കൻ കറി ഒരു 100 ഉറുപ്പ്യക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതന്നെ മതി നമുക്ക് പുറത്തൊക്കെ വെക്കാനായിട്ടും ഒക്കെ. അങ്ങനെ അത്രയൊക്കെ തന്നെ മതി കേട്ടോ, കുറേ ഒന്നും വാങ്ങില്ല. നാളെ ഏതായാലും നമുക്ക് ചിക്കനോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കണം. സദ്യ ആണെങ്കിലോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ അല്ലേ. പണ്ട് ഇതാ സദ്യ മാത്രമേ ഉള്ളൂ അല്ലേ വിഷുവിനൊക്കെ. ഇപ്പം അങ്ങനെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ പരിപാടികളാണ് വിഷുവിന് ഉണ്ടാക്കൽ. പിന്നെ ഓണത്തിനാണ് നമ്മൾ ഫുള്ള് സദ്യ കുറേ വിഭവങ്ങളും കാര്യങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കൽ അല്ലേ.
അപ്പോൾ അതാക്കണ തലേന്നത്തെ പരിപാടിയാണ്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടോളിട്ടോ. ഞങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ അറിയുന്നതൊക്കെ ആണല്ലോ. അപ്പോൾ അതാക്കണ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ണിയപ്പം അത് ഓരോന്ന് ചുട്ടുകൊണ്ട് നിൽക്കട്ടെ, വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീമൊക്കെ തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ ഉച്ചവരെ, രാവിലെ തൊട്ട് ഉച്ചവരെ അവിടെ തന്നെയായിരുന്നു. വേഗം ചോറും കൂട്ടാൻ വെച്ച് ടൈമൊക്കെ നിൽക്കണ പണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വിഷുക്കോടി എടുത്തോന്ന് ചോദിച്ചാൽ ആർക്കും വിഷുക്കോടി എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു മാക്സ് സീൽ ഉണ്ടായിരുന്നു, ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ ആർക്കും എടുത്തിട്ടില്ല, മക്കൾക്കും കാര്യങ്ങൾക്കും ഒന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ ഞാനും വിചാരിച്ചു ഞാൻ മാത്രമായിട്ട് പുതിയത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനില്ലതും അടിച്ചതില്ല കേട്ടോ. പിന്നെ ഞാൻ മാത്രമായിട്ട് പുതിയത് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് മടിച്ചിട്ട് അവിടെ ഇരുന്ന്. പിന്നെ അടുത്ത മാസം മുതൽ ഫുള്ള് കല്യാണമാണ്, ഒന്നരാടം കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ മക്കളും പറഞ്ഞു, ഇതാ ഇന്ന് വിഷുവിൻ്റെ അന്ന് ഒരു ദിവസവും കാര്യങ്ങളൊന്നും വേണ്ട, കല്യാണത്തിന് എടുത്ത് തന്നാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതാണ് വിഷുക്കോടിയും കാര്യങ്ങളൊന്നും ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിയാത്തത്. അപ്പോൾ വേഗം ഞാൻ എൻ്റെ ചിക്കൻ കറി അടുപ്പത്ത് വെക്കട്ടെ. കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ 3 ആളും ഉള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞിക്കറിക്ക് ഇതന്നെ ധാരാളം കേട്ടോ. ഞാൻ കുറച്ച് ഒരു ഉള്ളി, ഒരു തക്കാളി അങ്ങനെയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉണ്ണിയപ്പം ഈ ഒരു പാത്രത്തിൽ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ കുയ്യ് ചെറുതായതുകൊണ്ട് കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കുറേയൊന്നുമില്ല, ഒരു പാത്രത്തിലുണ്ട് നമുക്കിപ്പോൾ തിന്നാനും അതേമാതിരി തന്നെ രാവിലെ ചായക്ക് കടിക്ക് കൂട്ടാനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചിക്കൻ കറി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിൻ്റെ റെസിപ്പി കാര്യമായിട്ടൊന്നും ഇടാനൊന്നും ഇല്ലല്ലോ, കാരണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കണതാണല്ലോ. പിന്നെ ഇട്ട് നിങ്ങൾ അടുപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ കറി അടുപ്പത്ത് വെച്ചിട്ട് അടുത്ത പണിക്ക് നോക്കട്ടെ. അപ്പോൾ മക്കളൊന്നും ഇല്ലായിട്ട് ഒരു മാതിരി ഉണ്ട് കേട്ടോ. വീടൊക്കെ ഉറങ്ങിയ പോലെ ഉണ്ട്, ഒച്ചയും വെളിയൊന്നും ഇല്ലായിട്ട്. അപ്പോൾ മൂപ്പരും തന്നെ TV കണ്ടു കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണനും തന്നെ പടക്കം വെടി പോകാമെന്നും പറഞ്ഞിട്ട് ഓനായിക്കൂടാണ്ട് പോയിക്കണം. പിന്നെ കണി കാട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്കത്തിനും കാര്യത്തിനും ഓൻ അങ്ങോട്ട് പോയിക്കണിട്ട്. പിന്നെ ഞാനല്ല ഉള്ളത്, ഞാൻ എൻ്റെ പണിയിൽ കൂടെ അങ്ങനെ നടന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ രാത്രി ഇപ്പം സംഭവിച്ചത്. പിന്നെ കുറച്ച് അടിക്കാണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വൈകുന്നേരം കൊണ്ടു തന്നതാണത്. അപ്പോൾ അതും കൂടി എൻ്റെ അടിച്ചെടുക്കട്ടെ, ചുരിദാർ മാക്സി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് 10 റുപ്യ കിട്ടുന്ന സാധനമല്ല, നമ്മളെങ്ങനെ വേണ്ടാന്ന് പറയില്ലല്ലോ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ആ ഒരു പണിയും കൂടി കഴിഞ്ഞൊരു സമാധാനം ഉണ്ടായിരുന്നു. തല നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലും കാര്യങ്ങളല്ലേന്നു. അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അതിമ്മക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ് മക്കളോട് ഓർഡർ ഇട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഓല രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ, ഓലെന്നെ എടുത്തോളൂ എന്ന് വിചാരിച്ച് ജനാൽക്കാട്ടിൽ തുടക്കാനും വാതിൽ തുടക്കാനും എന്നൊക്കെ പറഞ്ഞ് മേശയും കസാരൊക്കെ തുടക്കാനും പറഞ്ഞിട്ട് ഓല് കയ്യണമാർക്ക് ഓലും അങ്ങോട്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ അതിമ്മക്ക് തിരിഞ്ഞതൊന്നുമില്ല, അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. മറാറിലെ തട്ടിൽ ഞാൻ പിന്നെ കഴിച്ച് വെച്ചെന്നിട്ട് ഓൾക്ക് അത് കഴിയൂലല്ലോ, ഇങ്ങനെ വലിയ നല്ല ഉയരാണല്ലോ, നമ്മളെ ഓടുവീടായതുകൊണ്ട് തന്നെ നല്ല ഉയരാണല്ലോ. അപ്പോൾ ഓൾക്ക് അത് വയ്ക്കൂല. അപ്പോൾ ഞാൻ മറാട്ടിലെ തട്ടിൽ മാത്രം ഞാനെടുത്തു, ബാക്കി ഓല് കേക്കലും മോറലൊക്കെ ആയിട്ട് ഓലിങ്ങനെ നടത്തി. അങ്ങനെ പിന്നെ ആ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ പരിപാടി ആട്ടോ, വെള്ളിയാഴ്ചക്കത്തെ ഉച്ചക്കത്തെ പരിപാടിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഉടുപ്പ് അടിക്കാനുണ്ടായിരുന്നു, 2 ഉടുപ്പ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു വെക്കട്ടെ. അപ്പോൾ സീലയാണെങ്കിൽ അത് എന്നോട് ചോദിക്കാതെ അറിയാതെയാണ് മെഷീമെന്ന് ഇറങ്ങിപ്പോണത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു സീലമ്മൽ അടിക്കാനായിട്ട്. കാരണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയായിരുന്നു ഈ ഒരു ശീല. ഈ ശീലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, ഏതായാലും ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ഫ്രോക്ക് അടിക്കാനുള്ളതാണ്, ഇതേപോലത്തെ 2 ഫ്രോക്ക് അടിക്കാനുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ അംബ്രല്ല കട്ട് അടിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഞെറി വെച്ച് ഇങ്ങനെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ മോഡൽ അയച്ചു വരുമ്പോൾ അതേപോലെ അങ്ങോട്ട് അടിച്ച് കൊടുക്കാന്നാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നല്ല മണ്ണിൻ്റെ മണം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അടിച്ചിങ്ങടി ഇരുന്നപ്പോൾ നല്ല മണ്ണിൻ്റെ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളാരെങ്കിലും നനക്കാവുന്നു. അപ്പോഴാണ് കണ്ടത് മഴ, പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് മഴ ഇങ്ങനെ തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. കാണണമൊന്നും ഉണ്ടാവില്ല, എന്നാലും തുള്ളി ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേനൽ മഴ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയത്. കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേനൽ മഴ കിട്ടിയത് കേട്ടോ. ഒരു തുള്ളി ഇട്ട് മണ്ണ് മണക്കാൻ മാത്രമല്ല, എന്നാലും നല്ല പുതുമഴ അങ്ങോട്ട് പെയ്തപ്പോൾ നല്ല മണ്ണിൻ്റെ മണം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പോൾ മേഘമൊന്നുമില്ല, എന്നാലും തുള്ളിയാണ് പെയ്തത്. നിങ്ങളുടെ നാട്ടിൽ കൂടെയൊക്കെ മഴ പെയ്തോ? നമ്മളടുത്തേക്ക് വല്ലാതല്ല, നെൽബൂർ ഭാഗത്ത് കൂടെയൊക്കെ നല്ല പോലെ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പം ഓലെന്നെ തുണിയും കുപ്പായും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ മറന്നു പോയിന്ന്. ഞാൻ പിന്നെ അതിൻ്റെ തിരക്കിലായതുകൊണ്ട്, അടിയുടെ തിരക്കിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നതുമില്ല കേട്ടോ. അപ്പോൾ ചീറ്റലായിട്ട് തന്നെ വരുന്നുള്ളൂ, തുള്ളിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തലവേദന നല്ലപോലെ ഉണ്ടേത്. അപ്പോൾ അടിക്കാനുള്ളത് അവിടെ ഇട്ടിട്ട് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? നമ്മളെ വിശ്വസിച്ച് നമുക്ക് തരുന്നതാണല്ലോ അല്ലേ. അങ്ങനെ ആ ഒരു പരിപാടികൾ കഴിഞ്ഞ് മഴ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. മഴ അപ്പോഴത്തേനും ഓടി ഒളിച്ചു പോയി. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെയായിരുന്നു അല്ലേ.
പിന്നെ ഇജാതി ഇതാ ഒരു ഫാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചൂടത്ത് ഇത് അവിടെ ഇരിക്കാൻ തന്നെ ആയില്ലോ, ഭയങ്കര ചൂടുമ്പോൾ കേൾക്കാരം. പിന്നെ ഒരു കുപ്പി വെള്ളം കൂടി കൊണ്ടിട്ടാണ് ഇവിടെ ഇരിക്കട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നീച്ച് പോകേണ്ടി വരും. അപ്പോൾ ഈ പഠിക്കുന്ന നേരത്തുണ്ടല്ലോ കുട്ടികൾക്ക് ഈ ഒരു വെള്ളത്തിന് അല്ല പൈക്കിനുണ്ട്, ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്, തലവേദന ഉണ്ട് അറിയുന്നത് അതേമാതിരിക്കാണ് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ വെള്ളത്തിന് വല്ലാതെ വായിക്കും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നിലത്ത് നീച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കുപ്പി വെള്ളം കൊണ്ടിട്ടാണ് ഞാൻ ഇരിക്കൽ. അപ്പോൾ വേഗം ഒരു കുപ്പി വെള്ളമാണ് ഇപ്പോൾ അവിടെ കട്ടിലുമ്മ കണ്ടത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ഉടുപ്പ് ഞാൻ അടിച്ച് കഴിഞ്ഞതായിരുന്നു കേട്ടോ. കൈയൊക്കെ ഇങ്ങനെ പഫ് കൈ വെച്ചിട്ട് പണ്ടത്തെ ഒരു മോഡലില്ലേ, അതൊക്കെ ഓർമ്മ വന്നത്. പണ്ടത്തെ ആ ഒരു മോഡൽ പഫ് കൈ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ലക്ക് ഇതാണ് കേട്ടോ ഏറെ ഇഷ്ടപ്പെട്ട ഇതാണ്. പക്ഷേ അടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സീലമ്മൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ പോലെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇതാക്കണം വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് വെച്ചത്. അപ്പം രണ്ടാൾക്കും ഇതാ ഒരേപോലെ തന്നെയാണ് കേട്ടോ അടിച്ചത്. ഒരാൾക്ക് കൈ കുറച്ചും കൂടി നീളമുണ്ട്, ഇയാൾക്ക് കുറച്ച് കൈയിൻ്റെ മുട്ടേറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും തിരക്കടില്ല കേട്ടോ. നമുക്ക് ഇതാക്കണം. ഇതാണ് ഒരു ഞാൻ പറഞ്ഞെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രോക്കാട്ടോ. പിന്നെ ഇതും രസമൊക്കെ ഉണ്ട് കാണാൻ, ആ ഒരു പഫ് കൈയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഉച്ചക്കത്തെ പരിപാടി അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതാക്കണം ഇവിടെ പടക്കം പൊട്ടിക്കാനും കാര്യങ്ങളും മക്കളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ണനും പിന്നെ ആ പീടിയൻ്റെ അവിടെ പോയിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിതാ വിഷുവിൻ്റെ തലേന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കാണണല്ലേ, അപ്പോഴല്ലേ വിഷു ആകുള്ളൂ. അങ്ങനെ ഞാൻ അത് കാണാനായിട്ട് ഇതാ മേലൊക്കെ ഇങ്ങോട്ട് വന്നിക്കാം കേട്ടോ. കുട്ടികളൊക്കെ എല്ലായിടത്തേക്ക് വന്നിക്ക് ഞാൻ മേമാണ് എവിടെ അങ്ങനെ ഇതാക്കണം. നമ്മളെ പരിപാടി നമ്മളെ ജോലി അങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളിത് അവിടെ ഇല്ലെങ്കിലും നമുക്ക് ഉള്ളിടത്ത് പോയി എടുക്കുക എന്നുള്ളത് നമ്മളൊരു ജോലിയാണല്ലോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതൊക്കെ ആ ജോലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ അതുപോലൊക്കെ പോയി എടുത്ത് കഴിഞ്ഞാൽ ഇതാക്കണം. ഇവിടുത്തെ എല്ലാവരൊക്കെ ചോറീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിക്ക് ചോറൊന്നും വേണ്ടത്, നല്ല ഉണ്ണിയപ്പം ഉണ്ട്, അതേമാതിരി നല്ല ചിക്കൻ കറി ഉണ്ട്. കണ്ണനവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാനും ഇരുന്ന് തിന്നിട്ട് കേട്ടോ. ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് അറിയണത് ഇത് തന്നെയാണ്. പൊതുവെ അങ്ങനെയാണ്, പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി ഇതാകെ ചിക്കൻ കറിയും അതേമാതിരി നമ്മൾ അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതാ രാത്രി അന്നും ഇന്നും ഇതാ മുടങ്ങാതെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് രാത്രി ഉണ്ടാകൽ. അപ്പോൾ ഇതൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ കാണൽ തുടങ്ങിയതാണ് കേട്ടോ. ഈ രാത്രിയില്ല പരിപാടി പടക്കം പൊട്ടിക്കലല്ലാതെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ കാര്യം പണി കേട്ടോ. ഒരു ഉണ്ണിയപ്പം നെയ്യപ്പം അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് എടുത്ത് കൊണ്ടുപോകും, പിന്നെ പടക്കം പൊട്ടിക്കും, പിന്നെ എടുത്ത് വരും. അപ്പോൾ അച്ഛനൊക്കെ ഇതാക്കണം കാര്യമായിട്ടുള്ളൊരു പരിപാടി ഇതാക്കണം കേട്ടോ. വിളക്കും കാര്യങ്ങളൊന്നും കത്തിക്കൊന്നുമില്ല, വിളക്കും കാര്യങ്ങളും കത്തിക്കൊന്നുമില്ല. പക്ഷേ എല്ലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിൽ നമ്മൾ ഏതാ അപ്പങ്ങൾ ഉണ്ടാക്കി അത് വെക്കും. അതേമാതിരി കടലയോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വെക്കും കേട്ടോ. പിന്നെ ഇതാക്കണം ചിക്കൻ കറിയാണ് വെക്കൽ. പിന്നെ വേറൊരു സാധനം കൂടി വെക്കും കേട്ടോ. അത് തൽക്കാലമായിട്ടൊക്കെ 10-16 കൊല്ലമായിട്ട് നമ്മൾ അത് കാണലില്ല കേട്ടോ. കാരണം നമ്മളെ ചെറുപ്പത്തിലൊക്കെ തന്നെയാണ് അച്ഛനൊക്കെ കൊണ്ടുവരുമ്പം കുറച്ച് കൂടി ഒരു പ്രായം കാര്യങ്ങളൊക്കെ ആയ ഒരു ഇതാക്കണം. അതില്ലാതെ പോകില്ലല്ലോ അല്ലേ. ഈ വെള്ളമായിട്ടും ചുവപ്പൊക്കെ ആയിട്ടില്ല കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ അന്ന് വെച്ച് കൊടുത്തുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ പകരം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം വെക്കും, അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എന്താക്കുന്നത് സംക്രാന്തിക്ക് പുറത്തേക്ക് വെച്ച് കൊടുക്കൽ കേട്ടോ. അതൊക്കെ വന്ന് ഓൽക്കൊരു നമ്മളൊരു മനസ്സിനെ തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ട് ഇതാക്കണം. ഒരു കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ എല്ലുള്ളൂ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുപോരുന്നത്. അപ്പം ഇനിയിപ്പോൾ അതിന് കൂടുതൽ പറയാനൊന്നും നമുക്ക് ആവില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ ഒരു തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഇതാക്കണം വിഷുക്കണി ഒരുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇതാക്കണം. ഇവിടുന്ന് നല്ല കഴിക്കണം, എന്നാലും നമുക്ക് കണി കാണാതൊക്കെ പറ്റൂലല്ലോ. അപ്പം കണി ഒരുക്കാനുള്ളൊരു പരിപാടിയാണ്. കണി ഒരുക്കണ ആളെ കണ്ടങ്ങൾ ഇതുവരെ കണി ഒരുക്കലും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളാണ് അപ്പോൾ കണി ഒരുക്കണത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏതായാലും പറ്റൂല കേട്ടോ. എനിക്കിതിപ്പോൾ നാളെ തിരക്കടില്ലല്ലോ, ഇന്ന് ഏതായാലും പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ കണി ഒരുക്കാൻ നിന്നിട്ടില്ല, മൂപ്പരെന്നെയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് എടുത്ത് വെച്ചളി ഇത് എടുത്ത് വെച്ചളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാകണം ഒരു പട്ടൊക്കെ വിരിച്ചിട്ട് കൃഷ്ണനെ കയ്യിൽ കൊണ്ടുവന്ന് പിന്നെ ഇതാ നമ്മളെ ചക്ക മാങ്ങ തേങ്ങ കണിക്കൊന്ന അങ്ങനത്തെ ഒരു വിഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇല്ലതൊക്കെ അനുസരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. മൂപ്പരാണ് വെച്ച് കൊടുത്ത ആൾ. അപ്പോൾ അതാ സെറ്റപ്പാക്കി ഇനി ഞാൻ ഏതായാലും രാവിലെ കുളിച്ചിട്ട് ഒന്നും കൂടി റെഡിയാക്കി ഇതൊക്കെ ഒന്ന് ശരിക്കും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ. വിളക്കൊക്കെ അത് ഇങ്ങനെ മാറിക്കുന്നുണ്ട്. നല്ല തിരക്കടിയിൽ വെച്ചിക്കണല്ലോ എന്നുള്ള സമാധാനമാണ്.
അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മളെ സംക്രാന്തിൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു വിഷുവിൻ്റെ തലേന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഏതായാലും വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടെ. തറവാട്ടിലാവും വിഷു, അപ്പോൾ കുറച്ച് വലിയ വിഷു തന്നെ ആയിക്കാരം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, മറന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ബൈ ബൈ ബൈ.